അതായത് വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് അവസാനിക്കുന്ന ന്യൂസാണ് പുറത്തു വരുന്നത്. എങ്ങനെ അവസാനിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ കഴിഞ്ഞ് 200-ലധികം സീറ്റ് നേടി BJP അധികാരത്തിലെത്തി, 3-2 ഭൂരിപക്ഷം. കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയത് വെറും 80 സീറ്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പാർലമെന്ററി പാർട്ടി യോഗം കൂടി, അതായത് വിജയിച്ച MLA-മാരുടെ യോഗം കൂടി. 80 MLA-മാരിൽ 20 MLA-മാർ മാത്രമേ യോഗത്തിൽ പങ്കെടുത്തുള്ളൂ. അതായത് 3-2 MLA-മാരെയും യോഗത്തിൽ പോലും പങ്കെടുത്തില്ല. കൂടാതെ ഈ മമതാ ബാനർജിയുടെ പിൻഗാമിയും മമതാ ബാനർജിയുടെ മരുമകനുമായ അഭിഷേക് ബാനർജി ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട് സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ക്രൂരമായ അറ്റാക്കാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോർ അതായത് കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള വൻ അറ്റാക്കാണ് ഉണ്ടായത്. ഇത് അന്വേഷിച്ച് വന്നപ്പോൾ ഈ അറ്റാക്ക് ചെയ്ത് തൃണമൂൽ പ്രവർത്തകർ തന്നെയാണ്. അതായത് തൃണമൂലിന്റെ വിമത MLA-മാരുടെ വിഭാഗക്കാരാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്. കൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ മറ്റൊരു MP ആയ കല്യാൺ ബാനർജി മറ്റൊരു പ്രവർത്തകന്റെ പോലീസ് അറസ്റ്റിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാൻ പോയ സമയം ഈ കല്യാൺ ബാനർജിയെ തലക്കടിച്ച് വീഴ്ത്തുക വരെ ഉണ്ടായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. അങ്ങനെ മമതാ ബാനർജി ഒരു നിലനിൽപ്പിന്റെ സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ. അപ്പം മമതാ യുഗം ലിറ്ററലി, അതായത് അക്ഷരാർത്ഥത്തിൽ തന്നെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ CPM-ന്റെ ഉയർത്തെഴുന്നേൽപ്പും അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം മമതാ ബാനർജിയുടെ സമയത്ത് അവസാനിച്ചു പോയ CPM വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ പാർട്ടി ഓഫീസുകൾ അത്രയും BJP തൃണമൂലിൽ നിന്ന് പിടിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് 2021-ൽ 0 സീറ്റും വെറും 3% വോട്ട് വീതവും മാത്രം നടന്ന CPM-ന് ഇത്തവണ 2026 ഇലക്ഷനിൽ 2 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. അതായത് മമതാ ബാനർജിയുടെ ആ ഒഴിഞ്ഞ സ്പേസ് CPM ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്കാർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.